ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ ഇതിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇത് ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് വളരെ ബുദ്ധിമുട്ടിനോട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ സംസ്ഥാനത്ത് വേറെ ഒരിടത്തും ഉണ്ടായിട്ടില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് പരാതി പറയാനുള്ള എഴുതി കൊടുത്ത് അത് എല്ലാം റെക്കോർഡ് ചെയ്ത് അതിന് പിന്നാലെ അതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ നടത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് മൊത്തത്തിൽ ആസൂത്രണം ചെയ്ത് നടത്തുന്ന ഒരു പദ്ധതി. അതോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായ മന്ത്രിമാരും ഈ സംസ്ഥാനത്തിലെ ഈ രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും പൊതുജനങ്ങളും ആത്മാർത്ഥമായിട്ട് അത് ജാതിഭേദമെന്നെ രാഷ്ട്രീയ ഭേദമെന്നെ ഇത് സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പോകണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ പരിപാടിക്ക് ഞാൻ ഇങ്ങനെ ആശംസിക്കൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. കഴിഞ്ഞ 25 വർഷമായിട്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഈ റിന്യൂവബിൾ എനർജിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ കേരളത്തിൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം വൈദ്യുതി ക്ഷാമമാണ്. ആ വൈദ്യുതി ക്ഷാമം ശാശ്വതമായിട്ട് പരിഹരിക്കുന്നതിന് കേരളത്തിൽ സ്വന്തമായിട്ട് കേരളത്തിൻ്റെ ആവശ്യത്തിന് പലപ്പോഴും ഇപ്പോൾ വൈദ്യുതിക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും ആശ്രയിക്കേണ്ട ഒരു വലിയ ഗതികേടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് കേരളത്തിൽ വളരെയേറെ സ്ഥലങ്ങൾ ഉപയോഗശൂന്യമായിട്ട് തരിശായിട്ട് കിടക്കുന്നുണ്ട്. കൃഷി ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതെല്ലാം ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടുവന്നിട്ട് ഒരു ലീസ് മോഡലിൽ സ്വകാര്യ നിക്ഷേപകർക്ക് കൈമാറാൻ തയ്യാറായാൽ ആ സ്ഥല ഉടമകൾക്കെല്ലാം എല്ലാ വർഷവും ഒരു കാതലായ വരുമാനവും ലഭിക്കും. നമ്മുടെ വൈദ്യുതിയെ സംബന്ധിച്ച് നമുക്കൊരു അടുത്ത 10-25 വർഷത്തേക്ക് ആരെയും ആശ്രയിക്കാതെ കേരളത്തിൻ്റെ സ്വന്തം വൈദ്യുതിയിൽ തന്നെ നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കും. അതിന് എല്ലാവരും, പ്രത്യേകിച്ച് എല്ലാ വകുപ്പുകളുടെയും ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാ വകുപ്പുകളുടെ കയ്യിലും വളരെയേറെ സ്ഥലങ്ങൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരു പൊതുനയം, അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് റെഗുലേറ്ററി കമ്മീഷനുമായിട്ട് ആലോചിച്ചിട്ട് ഒരു സ്ഥിരമായ എമൗണ്ട് റേറ്റും ഫിക്സ് ചെയ്താൽ കേരളത്തിൻ്റെ ഒരു പ്രശ്നം അടുത്ത നമ്മുടെ ഈ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ തന്നെ ഇത് ശാശ്വതമായിട്ട് പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് അഭിപ്രായം. ഒന്ന്, ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗമാണ്. അതിന് സർക്കാരും പോലീസും എക്സൈസും വളരെ ഗൗരവമായ അതിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പല രീതികളിലായിട്ട് അതിൻ്റെ സർക്കുലേഷൻ കുറയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇതിന് ഇരയാക്കപ്പെടുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ, അവർക്ക് ന്യായമായും കിട്ടേണ്ട മനഃശാസ്ത്രീയമായ സപ്പോർട്ടോ അല്ലെങ്കിൽ ചികിത്സയോ കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം പൊതുവെ ക്യാമ്പസുകളിൽ നിലവിലില്ല. അത്തരമൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുകയും ഈ കുട്ടികൾക്കും ഒരുപക്ഷെ അവരുടെ കുടുംബാംഗങ്ങൾക്കും അത്തരത്തിലുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ട് നൽകാൻ കഴിയുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ ഒരു തവണത്തേക്കുള്ള ഗ്രാൻഡ് പോലെയായിരിക്കാം. അത്തരമൊരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ അവരുടെ തുടർ പഠനം ഉറപ്പുവരുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയൂ.
രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ അവതരിപ്പിക്കാനുള്ളത്. ഒന്ന്, ഞങ്ങൾ 2016 ഈ ഫാം സ്റ്റാർട്ട് ചെയ്തത്. 5 പശുക്കളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പം 350ഓളം പശുക്കളുണ്ട്. നല്ല രീതിയിൽ നടന്നു പോകുന്നു. 2018-ലും 2021-ലും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡ് സ്വീകരിക്കാനിടയായി. ഒരു കാര്യം എനിക്കിവിടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മൾക്ക് ഷെഡുകൾ 10-20ഓളം ഷെഡുകളിലാണ് ഈ കുട്ടികളെയും പശുക്കളെയും പിന്നെ ചാണകം ഉണക്കുവാനും ഒക്കെ ആയിട്ട് ഉള്ളത്. അപ്പോൾ ആ ഷെഡുകളെ കെട്ടിട നികുതിയിൽ നിന്നും ഒഴിവാക്കിയാൽ വളരെ കർഷകർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മളവിടെ പശുക്കളുടെ മൂത്രവും പിന്നെ ഷെഡ് കഴുകുന്ന വെള്ളവും സംസ്കരിക്കാനായിട്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനും വർഷാവർഷങ്ങളിൽ നമ്മൾ ഏകദേശം ഒരു 40,000 രൂപയോളം ടാക്സ് ഇനത്തിൽ അടയ്ക്കുന്നുണ്ട്. അതും അതിലെന്തെങ്കിലും ഭേദഗതി ചെയ്യുവാനോ ഒഴിവാക്കുവാനോ സാധിക്കുമെങ്കിൽ ചെയ്യുവാണെങ്കിൽ എല്ലാ കർഷകർക്കും അതൊരു ഉപകാരപ്രദമായിരിക്കും. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു ആശങ്കയാണ്. നമ്മുടെ യുവാക്കന്മാർ നമ്മുടെ നാട്ടിൽ നിന്നും അന്യ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കേരളത്തിൽ നല്ല കാലാവസ്ഥയും നല്ല സംരംഭങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നിരുന്നാലും ഈ കുട്ടികൾ എന്തിനാ ഇങ്ങനെയൊരു മൈഗ്രേഷന് മുതിരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ പോയി ആ കുട്ടികൾ മഞ്ഞിലും തണുപ്പത്തിലും കഷ്ടപ്പെട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു നടപടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? എല്ലാ മാതാപിതാക്കളും വീട്ടിൽ ഒറ്റപ്പെടുകയാണ് ഈ കുട്ടികളെല്ലാം ഇല്ലാത്തതുകൊണ്ട്. അതിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒത്തിരി നന്ദി ഈ ഒരു അവസരം ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും തന്നതിന്. കാരണം ഇന്നിവിടെ നടക്കുന്നത് വി കൻ സേ ദാറ്റ് ഇതൊരു ഹിസ്റ്ററിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം എല്ലായിടത്തും ആളുകൾ ഗവൺമെൻറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ ഗവൺമെൻറ് ഇസ് കമ്മിങ് ടു ദ പീപ്പിൾ ആൻഡ് ഇതൊരു അൾട്ടിമേറ്റ് എക്സ്പ്രഷൻ ഓഫ് ഡെമോക്രസി എന്ന് തന്നെ ഇതിനെ പറയണം. സോ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ലോയറായിട്ടും ഒരു ലോ സ്റ്റുഡൻ്റായിട്ടുമാണ്. നമ്മളുടെ ഈ നാട് കേരളം ഒത്തിരി മികച്ച ലോയേഴ്സിനെയും മികച്ച ജഡ്ജസിനെയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നാടാണ്. പക്ഷേ ഈ നാട്ടിലെ ലീഗൽ എഡ്യൂക്കേഷനെ കുറിച്ച് നോക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇപ്പോൾ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റിൽ പറഞ്ഞത്, ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ എഡിഫിസ് ഓൺ വിച്ച് വി ആർ ഗോയിങ് ടു ബിൽഡ് എ ഗ്രേറ്റ് നേഷൻ എന്നാണ് പറഞ്ഞത്. ആൻഡ് ഇന്നിവിടെ നടക്കുന്ന ഈ നവകേരള സദസ്സ് അതുപോലെ ഒരു എഡിഫിസാണ് ഓൺ വിച്ച് വി ഹാവ് ടു ബിൽഡ് എ ഗ്രേറ്റ് കേരള. സോ അങ്ങനെ ഒരു കേരളം ഉണ്ടാകണമെങ്കിൽ നല്ല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആദ്യം തന്നെ വേണം. നമ്മളുടെ ഇവിടെ ഇപ്പോൾ ലീഗൽ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ലോ കോളേജിലൊക്കെ വന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഏറ്റവും വലിയ ലോയേഴ്സ് ജഡ്ജസ് ഒക്കെ പഠിച്ചിറങ്ങിയ സ്ഥലമാണെങ്കിലും കാട് കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ മിക്ക ദിവസവും ക്ലാസ്സുകൾ നടക്കുന്നില്ല, എക്സാംസ് മര്യാദയ്ക്ക് നടക്കുന്നില്ല, റിസൾട്ട് മര്യാദയ്ക്ക് വരുന്നില്ല. സോ അത് പല യൂണിവേഴ്സിറ്റീസിൻ്റെ പ്രശ്നമാണ് കോളേജിനേക്കാളും കൂടുതൽ. ഒരു ഗവൺമെൻറ് നിലയിൽ ഒരു ഇൻ്റർവെൻഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം യൂണിഫോം ആക്കി, ഇപ്പോൾ ബിന്ദു മാം ഇപ്പോൾ പറഞ്ഞു നമ്മൾക്ക് ഇതിനെല്ലാം ഏകീകരിച്ച് ഒരു കലണ്ടർ ഇറക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറമായിട്ട് നമ്മൾക്ക് ഒരു ലോ കമ്മീഷൻ പിന്നെ അതുപോലെ ഒരു ലോ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിനെ യൂണിഫോമായി കൊണ്ടുവന്ന് മികച്ച നിലയിൽ തന്നെ ഇപ്പോൾ നാഷണൽ യൂണിവേഴ്സിറ്റീസ് തരുന്ന പോലത്തെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ കൊടുത്ത് വലിയ ലോയേഴ്സിനെ ഇനിയും ഉണ്ടാക്കാനായിട്ട് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കോടതികളുടെയും അവസ്ഥ, നമ്മളുടെ കേരളം, നമുക്ക് അതിനുള്ള IT ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, നമുക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജസിൽ പോയാൽ തന്നെ നമുക്ക് വില്ലിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കിട്ടും. അവർ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യും നമ്മളുടെ കോടതികളെ കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ് ചെയ്യാൻ. ഓക്കെ, സോ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നുകൂടി നന്ദി. ഈ നാടിൻ്റെ നാനാഭാഗത്തേക്ക് കടന്നു വരുന്നതിനുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അങ്കമാലിക്കാരൻ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ ട്രാഫിക്കാണ്. അതിന് ഒരു പരിഹാരം പലതരത്തിൽ രൂപപ്പെട്ട് വരുന്നുണ്ട് എന്ന് എനിക്കറിയാം. അവിടുത്തെ വ്യവസായികൾക്ക് ഒരു ദോഷമുണ്ടാകാതെയും യാത്രക്കാർക്ക് അസൗകര്യമുണ്ടാകാതെയുമുള്ള വലിയ ഒരു പരിഹാരം
വളരെ ദീർഘകാലമായി ജനം ആഗ്രഹിക്കുന്നതാണ്. അതിനൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ായ മുഖ്യമന്ത്രി അടക്കം എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് വരാൻ സാധിക്കില്ല എന്നറിയാം. പറവൂരിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2-3 കാര്യങ്ങൾ മാത്രം പറയുന്നത്. അഭിമന്യ മുഖ്യമന്ത്രി അവർ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ നാട് ഒട്ടും പിന്നിലല്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരിക്കേണ്ടതാണ്. ആ വലിയ വികാരം ശക്തമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഏറെ പ്രത്യേകിച്ച് ഇപ്പോൾ NH-ൻ്റെ 66 അതിൽ പോകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില ആശങ്കകളുണ്ട്. പ്രളയമൊക്കെ വന്നതുകൊണ്ട് തന്നെ കൈവഴികളില്ല എന്നൊക്കെ ഒരു സംശയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുവാനും, അതുപോലെ തന്നെ മത്സ്യമേഖലയിൽ അവിടെ ഇപ്പോൾ ഫറൂഖ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ചില അവിടെയുള്ള ആശങ്കകൾ മാറ്റി കൊടുക്കുവാനും, അതുപോലെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ചില അവർക്ക് ഈ അവരുടെ പട്ടയം മറ്റുമൊക്കെ കിട്ടാതെ പോകാതെ ഉള്ള അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ആശങ്കകൾ, കാരണം നമ്മൾ വളരുന്നതോടൊപ്പം തന്നെ പാവപ്പെട്ടവരെ നമുക്ക് കൈ ചേർത്ത് പിടിക്കാനും കൂടി അതും കൂടി സാധിക്കണം. ഇതിനുള്ള വലിയൊരു വേദിയായിട്ട് തീരട്ടെ ഈ കേരള സദസ്സ് എന്ന് ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ കളക്ടർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അമേരിക്കയിലെ നാസയിൽ കൊണ്ടുപോയി ട്രെയിനിങ് കൊടുക്കുകയും അവരെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ കുറച്ച് സ്പേസ് സയൻസ് റിലേറ്റഡ് ആക്ടിവിറ്റീസാണ് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത്. സർക്കാരിന് മുമ്പിലൊരു അപേക്ഷയുള്ളത്, ഇന്ത്യ ഇപ്പോൾ ഒരുപാട് സ്പേസ് സയൻസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു. നമ്മളുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് സ്പേസ് സയൻസ് കൂടി ഉൾപ്പെടുത്തി കുറച്ച് വർക്ക്ഷോപ്പുകളും സെമിനാറുകളും കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യണം എന്നാണ് അപേക്ഷ. അതിനു വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് പ്രൊപ്പോസൽ എജുമിത്ര തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് ഉൾപ്പെടെ എല്ലാം കരിക്കുലവും അതുപോലെ എക്സിക്യൂഷൻ പ്രൊപ്പോസൽ കംപ്ലീറ്റ് എജുമിത്ര തന്നെ വഹിക്കും. അത് സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുന്നു. നാസ, അതുപോലെ ജപ്പാനിലെ ജാക്സ, UAE സ്പേസ് ഏജൻസി ഇത്തരം സ്ഥാപനങ്ങൾ സന്ദർശിച്ച് ഇവിടെ നിന്നുള്ള എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലാണ് ഈ പ്രൊപ്പോസൽ തയ്യാറാക്കിയിരിക്കുന്നത്. താങ്ക് യു. ഞങ്ങളുടെ വലിയൊരു ആവശ്യമെന്ന് പറയുന്നത് വർഷങ്ങളായി അങ്കമാലി ഒരു താലൂക്കാക്കി മാറ്റണമെന്നുള്ള ഞങ്ങളുടെ ഒരു വലിയ നിവേദനമുണ്ട്. 20 വർഷത്തിലധികം പഴക്കമുണ്ട് അതിന്. മറ്റൊരു കാര്യം പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്കമാലിയിലൂടെ കടന്നു പോയിട്ടുള്ള സമയത്തൊക്കെ നിങ്ങളുടെ മണിക്കൂറുകൾ ഗതാഗത കുരുക്കിൽപ്പെട്ട് സമയം ചെലവഴിച്ചിട്ടുള്ളവരാണ്. 2 പദ്ധതികളും വിഭാവനം ചെയ്തിട്ട് 20 കൊല്ലത്തിലധികമായി. ഇതുവരെ കഴിഞ്ഞ ഗവൺമെൻറ് 292 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അങ്കമാലിയിലെ ബൈപ്പാസിന് വേണ്ടി അനുവദിച്ചെങ്കിലും അതിൽ നിന്ന് ഒരു പൈസ പോലും ഇതുവരെ ചെലവാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് അങ്കമാലി. MC റോഡും നാഷണൽ ഹൈവേയും സന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. അപ്പോൾ ഗതാഗത കുരുക്ക്, അതുപോലെ തന്നെ ടൂറിസം സർക്യൂട്ട് അങ്കമാലി പ്രദേശത്തിൻ്റെ ചുറ്റുവട്ടം കോതമംഗലം നിയോജക മണ്ഡലം, ചാലക്കുടി നിയോജക മണ്ഡലം, അങ്കമാലി നിയോജക മണ്ഡലം, ഇത് 3 നിയോജക മണ്ഡലങ്ങളെയും കൂടി കൂട്ടി യോജിപ്പിച്ച് ഒരു ടൂറിസം സർക്യൂട്ടിന് വളരെയധികം മൺമറഞ്ഞു പോയ കൊടിയേരി സഖാവ് ടൂറിസം മിനിസ്റ്ററായിട്ടിരുന്ന സമയത്ത് വിഭാവനം ചെയ്തൊരു പദ്ധതിയാണ്. അതൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ മേഖലയിൽ കുറേയും കൂടി ഒരു വികസിതമായ ഒരു സാധ്യതയുണ്ടാവും. അതിനേക്കാളൊക്കെ ഉപരിയായി അങ്കമാലി മുനിസിപ്പൽ പ്രദേശത്ത് മാത്രം നിലനിൽക്കുന്നൊരു കാര്യമുണ്ട്. കളക്ടർക്കും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർക്കും പ്രത്യേകിച്ച് മന്ത്രിക്കൊക്കെ അറിയാം. താരിഫ് വില ഭയങ്കര, ഭൂമിയുടെ ഫെയർ വാല്യൂ 2014 മുതൽ 2024 വരെ നടന്നിട്ടുള്ള ക്രയവിക്രയം ആകെ 3200 ഈ 3200-ൽ 1800 ആധാരങ്ങൾ നടന്നിട്ടുള്ളത് മക്കൾക്ക് അപ്പൻ എഴുതി കൊടുത്തിട്ടുള്ള ഭാഗം വെപ്പ് മാത്രമാണ്. പൊതു ആധാരങ്ങൾ നടക്കുന്നില്ല. അത്രയധികം താരിഫ് വിലയുടെ വർധനവുണ്ട്. ഏതാണ്ട് 10,300 ആപ്ലിക്കേഷനുകൾ പെൻഡിങ് ഉണ്ട്. ഇന്നിപ്പോൾ 1000 ആപ്ലിക്കേഷനുകൾ കിട്ടും. ദയവേത് അതിനും കൂടി ഒരു പരിഹാരം കാണണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഈ കോടതി ചോർന്ന് ഒലിക്കുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 10ഓളം കോടതികളാണ് പറവൂർ കോടതിയിൽ പ്രവർത്തിക്കുന്നത്. അതിൽ 6 കോടതിയാണ് ജില്ലാ കോടതി സമുച്ചയത്തിലുള്ളത്. ബാക്കി 4 കോടതികളും പുറത്താണ് പ്രവർത്തിക്കുന്നത്. അത് സർക്കാർ വാടക കൊടുത്ത് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ പറവൂര് 50 സെൻറ്റ് ജുഡീഷ്യറിക്ക് വിട്ടുകൊടുത്ത് അവിടെ കെട്ടിടം പണിയുവാനായിട്ട് ഉള്ള നടപടികളുണ്ട്. ബാക്കിയൊരു 30 സെൻറ്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു നല്ലൊരു കെട്ടിടം പറവൂരിൽ പണിയുവാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും നല്ല കോടതികൾ പെരുമ്പാവൂരും മൂവാറ്റുപുഴയിലും എല്ലാം വരുമ്പോൾ പറവൂര് മാത്രമാണ് ഒരു തരത്തിലുള്ള വികസനവും നടക്കാതെ ഒരു പ്രദേശമായി മാറിയിരിക്കുന്നത്. 2011 അവിടെ വലിയ രീതിയിലുള്ള ബ്യൂട്ടിഫിക്കേഷൻ നടത്തി 2 കോടി രൂപ ചെലവഴിച്ചു.
ഇന്ന് അവിടെ ടൈലുകളെല്ലാം തകർന്ന് നാശമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഈ സമക്ഷത്തിൽ ബോധിപ്പിക്കുന്ന ഈ ഒരു പറവൂരിലെ എല്ലാവരുടെയും ജനങ്ങളുടെ ഒരു അഭിപ്രായമായി കണ്ട് അനുഭവപൂർവ്വം പ്രവർത്തിക്കണം. ഈ ജനകീയ സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പേര് ജിൻസി ശ്രീജിത്ത്. ഞാൻ കാലടി പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. സാർ, ഞാൻ ആദ്യം തന്നെ സാറിന് നന്ദി അറിയിക്കുകയാണ്. 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയായ ഞങ്ങൾക്ക് ഓണത്തിന് 1000 രൂപയും ക്ഷേമ പെൻഷനും നടപ്പാക്കിയ നമ്മുടെ ഈ കേരള സർക്കാരിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. സാർ, മിനിമം കൂലി 500 രൂപയെങ്കിലും ആക്കിയാലേ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. സാധാരണക്കാരായി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൂടാണ്ട് ഇപ്പോൾ NMMS നിലവിൽ വന്നേക്കാണ്. ഈ ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് വന്നിരിക്കുന്നത്. പല സ്ഥലത്തും മൊബൈൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. 8 മണിക്ക് ഞങ്ങൾ പണിസ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ 11 മണിയായിട്ടും ഞങ്ങൾക്ക് സോഫ്റ്റ്വെയർ ലഭിക്കാണ്ട് തിരിച്ച് വീട്ടിൽ പോകേണ്ട അവസ്ഥയാണ്. അതിനുള്ള വരുമാനം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങൾക്കൊരു ഫോൺ, മേറ്റർമാർക്ക് ഫോൺ അനുവദിക്കണം. ഇതൊക്കെയാണ് പറയാനുള്ളത്. അസോസിയേഷനുകൾക്ക് നിയമപരമായ പരിരക്ഷ നൽകുന്നതിന് നിയമനിർമ്മാണം എന്നുള്ളത് അത് പരിഗണിക്കപ്പെടണം എന്നാണ് ആദ്യമായി ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, കേരളത്തിലെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് ആലുവ മുനിസിപ്പാലിറ്റി. ആലുവ മുനിസിപ്പാലിറ്റിയെ സമീപ പഞ്ചായത്തുകളും ഇൻ്റർനാഷണൽ എയർപോർട്ടിലിരിക്കുന്ന നെടുമ്പാശ്ശേരിയും ചേർത്ത് ഒരു ആലുവ കോർപ്പറേഷൻ ആക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. മറ്റൊന്ന്, മൂന്നാർ റോഡ് തങ്ങളം മുതൽ പവർ ഹൗസ് വരെ 23 മീറ്ററും പവർ ഹൗസ് മുതൽ പുളിഞ്ചോട് വരെ 13.6 മീറ്ററുമായി ചുരുക്കിയ നടപടി തിരുത്തി പുളിഞ്ചോട് വരെ 23 മീറ്ററിൽ തന്നെ അത് നിർമ്മിക്കണം. അല്ലെങ്കിൽ ആലുവയുടെ ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമാക്കും എന്നാണ് ഒരഭിപ്രായമുള്ളത്. മറ്റൊന്ന്, NH 544 നിലവിൽ അത് എലിവേറ്റഡ് ഹൈവേ ആയി നിർമ്മിക്കാൻ കഴിഞ്ഞാൽ ആലുവയിൽ തന്നെ 7 ക്രോസുകളുണ്ട്. ആ ക്രോസുകളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് NH 544 പുളിഞ്ചോട് മുതൽ അങ്കമാലി വരെ അത് എലിവേറ്റഡായി നിർമ്മിക്കണം. നെടുമ്പാശ്ശേരി എയർപോർട്ടുമായി ബന്ധിപ്പിച്ച് അവിടെ ഒരു വാട്ടർ മെട്രോ, ആലുവ വഴി അവിടെ വരെ ഒരു വാട്ടർ മെട്രോയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിന് അവിടെ റെയിൽവേയും മെട്രോ അങ്കമാലി വരെ നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടുമായി യോജിപ്പിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടും മെട്രോ സ്റ്റേഷനും മറ്റൊരു റെയിൽവേ സ്റ്റേഷനും വാട്ടർ മെട്രോയുടെ സ്റ്റേഷനും കൂടി അവിടെ ആകുമ്പോൾ ലോകത്ത് തന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് അനുബന്ധിച്ചുള്ള ഈ മൂന്നും കൂടെ സംയോജിക്കുന്ന ഒരു സ്ഥലമായി മാറും.